ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം വായിക്കുവോ? ആരാ വായിക്കുന്നത്? വായിക്കുന്ന ആള് മൈക്കൊന്ന് എടുത്ത് വായിച്ചാൽ അത്രയും നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. വായിച്ചു ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വചനങ്ങൾ 14 വരെ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ പാടി ആത്മസന്തോഷം അല്ലേ? നമ്മൾ തുടക്കത്തിൽ പാടിയ പാട്ട് എന്താണ്? ആത്മസന്തോഷം അല്ലേ? സകല സന്തോഷത്തിന്റെ വാർത്ത ആരാണ്? മിണ്ടുന്നില്ല. നിങ്ങൾ ആരും ക്രിസ്ത്യാനികളല്ലേ? ആണോ? അതെ. സന്തോഷത്തിന്റെ വാർത്ത എന്താണ്? ഈശോയുടെ ജനനം. അതൊരു സന്തോഷത്തിന്റെ വാർത്തയാണ്. നമുക്കെല്ലാം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആരും മിണ്ടുന്നതേ ഇല്ല. ആണോ? ജനിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞേ. ഉണ്ട് അല്ലേ? അതാ പറഞ്ഞ ഒരു സന്തോഷത്തിന്റെ സദ്വാർത്ത. അടുത്ത വാക്യം വായിച്ചേ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. ദാവീദിന്റെ പട്ടണത്തിൽ ദാവീദിന്റെ പട്ടണത്തിൽ. അടുത്ത വാക്യം, നിങ്ങൾക്കായി. ആർക്ക് വേണ്ടിയാണ്? അതാണ് വാക്യം. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബോധം ക്രിസ്ത്യാനികൾക്ക് ഇന്ന് വരെയും വന്നിട്ടില്ല. ഒരു ക്രിസ്ത്യാനിക്ക് പോലും വന്നിട്ടില്ല. എനിക്ക് വേണ്ടി കർത്താവ് പുൽക്കൂട്ടിൽ ജനിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളാരും പറയും കർത്താവ് ഈശോ മിശിഹാ ജനിച്ചില്ല എന്ന് വെച്ചോ, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുവോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. പോരാ. ക്രിസ്ത്യാനിയാന്ന് പറയുവോ? ഇല്ല. കർത്താവ് ജനിച്ചത് കൊണ്ടാ ജോൺസൺ എന്ന് പേര്. മിണ്ടുന്നില്ല. മിണ്ടത്തില്ല. നിങ്ങൾ മിണ്ടത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഏതാണ്ട് മഹത്വം കൊണ്ടാണെന്നാ? ആണോ? അല്ല. യോഹന്നാൻ ജോൺസൺ എന്ന് പറഞ്ഞാൽ ആരാ? ഉറക്കെ ഒന്ന് പറഞ്ഞേ. ഈ പേര് വരാൻ കാരണം എന്താ? യേശു ക്രിസ്തു പുൽക്കൂട്ടി ജനിച്ചതുകൊണ്ടാ. ഇന്നിവിടെ ഇരിക്കുന്നത്, ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തു ജനിച്ചത് കൊണ്ട്. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു പുൽക്കൂട്ടിൽ. ബാക്കി വായിച്ച സിസ്റ്ററെ. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. നമുക്ക് പറയത്തില്ലേ, നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ പറയും ഇനി എന്ത് ചെയ്യണം, എനിക്കറിയില്ല. അടയാളം, നിന്റെ ഈ പ്രശ്നത്തിന്റെ അടയാളം യേശു പുൽക്കൂട്ടിൽ ജനിച്ചിരിക്കുന്നെന്ന് നീ ആദ്യം വിശ്വസിക്കണം. 7 പ്രാവശ്യം OET എഴുതിയ ഒരു പെൺകുട്ടി കോഴിക്കോട് പ്രദേശത്ത്. അവൾ വിളിക്കാത്ത കത്തിക്കാത്ത മെഴുകുതിരി ഒന്നുമില്ല, വിളിക്കാത്ത ഒരു പ്രാർത്ഥനകളുമില്ല. ഞാൻ ആ കൊച്ച് എന്നെ ഫോണിൽ വിളിച്ച്, അവരുടെ അമ്മ ഞങ്ങളുടെ ഏതോ ഒരു ധ്യാനത്തിന് പങ്കെടുത്ത് ആ കെറോഫിലാണ് മകള് വിളിക്കുന്നത്. ഇനി ഞാൻ സകലം നിർത്തിയാണ്, ഞാൻ വിവാഹമില്ല, പഠനം നിർത്തി, ഞാൻ ഇനി എവിടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് ഞാൻ ജീവിച്ചോളാം, വീട്ടുകാർക്കൊരു ഭാരമാകുന്നില്ല. ഞാൻ ചോദിച്ചു 7 പ്രാവശ്യം എഴുതിയപ്പോൾ ബ്രദറിന് അറിയാവോ എത്ര രൂപ എന്ന്? ഞാൻ പറഞ്ഞു മോളെ ഞാൻ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയാൻ തുക, അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു മോളെ ഞാൻ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല, അന്ന് ഇത്ര രൂപ എന്നവൾ കണക്ക് കൂട്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ആദ്യം നിന്റെ പപ്പായും മമ്മിയാണ് നിനക്ക് വേണ്ടി പൈസ തരാറ്, അതെന്ന് എനിക്ക് കൊടുക്കാൻ പറ്റും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ കൊടുക്കാൻ പോയാണല്ലോ. ഇല്ല, ഞാൻ അടുത്ത മാസം 7-ാം തീയതി ഞാൻ ഡേറ്റ് എടുത്തേക്കുക, ഞാൻ ഇനി എഴുതുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ മോൾ എഴുതണം, നമുക്ക് സ്കോർ കിട്ടും, തീർച്ചയായിട്ടും നീ പറഞ്ഞ സ്ഥലത്ത് നിനക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറഞ്ഞു മോള് ഇന്ന് രാത്രി ഞാൻ ഈ വചനം കൊടുത്തിട്ട് പറഞ്ഞു മോള് ഇത് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് നീ ഹൃദയത്തിൽ കൈവച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിലും നെഞ്ചത്തും കുരിശടയാളം ഇട്ടിട്ട് നീ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടിയാണ് നീ പുൽക്കൂട്ടിൽ ജനിച്ചത്, ഈ പരീക്ഷ എഴുതുവാൻ, ഈ ടെസ്റ്റ് എഴുതുവാൻ വേണ്ടി ആരോഗ്യവും ശക്തിയും ഞാനോ നൽകുന്ന നീ ആകയാൽ നിന്റെ ജനനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ആദ്യം മൈൻഡ് ചെയ്തില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രദറെ ഒന്നുകൂടെ ഒന്ന് പറയുമെന്ന് ചോദിച്ചു. ഉടനെ ഇത് പറഞ്ഞിട്ട് ഇത് എഴുതി എടുത്തിട്ട് ഈ കുട്ടി
പിന്നെ 10-20 ദിവസമുണ്ട്. ഈ 20 ദിവസം ഇത് പ്രാർത്ഥിച്ചു. അപ്പം അതിന് 4 ദിവസത്തിന് മുമ്പ് എന്നെ വീണ്ടും വിളിച്ചു. ഞാൻ പറഞ്ഞു, മോൾ ഇനി കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞു. കുർബാനയ്ക്ക് പോയി. ഏറ്റവും നല്ല സ്കോർ മേടിച്ച് ഇന്ന് ഓസ്ട്രേലിയയിൽ നല്ലോണം ജോലി ചെയ്യുന്നു. അതിനോടൊപ്പം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? അവിടെ ചെന്നിട്ട് ജോലി ശരിയാകാത്തവരടുത്തെല്ലാം പറഞ്ഞു, ഞങ്ങൾക്കൊരു ബ്രദറുണ്ട്, ഔസേപ്പിതാവുമായിട്ട് കൂട്ടാ. ഇങ്ങനെ പരിചയപ്പെടുത്തിയത് തന്നെ, ഞങ്ങൾക്കൊരു ബ്രദറുണ്ട്, ഔസേപ്പിതാവുമായിട്ടുള്ള കൂട്ടം നിങ്ങൾ. അങ്ങനെ അവരവിടെ പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. അവരെല്ലാ ദിവസവും അവിടെ തിരക്ക് കൂടുതലുണ്ട്. ഒരു രഹസ്യം ചെല്ലും, ഒരു വിശ്വാസ പ്രമാണം, ഒരു രഹസ്യം. അവർ ചിലപ്പോൾ വണ്ടിയിലായിരിക്കും, ചിലപ്പം വീട്ടിലായിരിക്കും, ജോലിയിലായിരിക്കും ചെയ്യും. ഇന്നവിടെ 48ഓളം പെൺകുട്ടികളെ ഒരുമിച്ച് ചേർത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഞങ്ങളുടെ ലിസി മോൾ. ഹല്ലേലൂയ! ഒന്ന് കരങ്ങൾ അടിക്കാവോ? എനിക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നവൻ. അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാ അത്ഭുതം പ്രവർത്തിക്കുന്ന. എല്ലാവർക്കും വേണ്ടിയാ ദൈവം എന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ കുടുംബജീവിതത്തിന് വേണ്ടി, എന്റെ സമർപ്പണ ജീവിതത്തിന് വേണ്ടി, എന്റെ വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി എന്റെ കയ്യിൽ എന്ത് കുറവുണ്ടോ അത് മാറ്റാൻ വേണ്ടിയാണ് എന്റെ പൊന്നു തമ്പുരാൻ ജനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! കരങ്ങളടിച്ച് ഹല്ലേലൂയ! 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 ഇപ്പൊ ഇങ്ങനെ ഒരു സഹോദരി വിദേശത്തായിരിക്കുന്ന എൻ്റെ മകന്റെ ജോലി ചിന്തിക്കുന്ന സഹോദരി എന്ന് കരങ്ങൾ ഉയർത്തിക്ക്. കർത്താവ് കാണിച്ചതാണ്. ആ സഹോദരിയുടെ മകന്റെ ജോലി കർത്താവ് ഉറപ്പിക്കുന്നു. ആമേൻ, ആമേൻ. ഒന്ന് കരങ്ങളടിച്ചേ. ഹല്ലേലൂയ! ഹല്ലേലൂയ! എന്താ ഒരാൾ ചിന്തിച്ചതേ ഉള്ളൂ. ഒരാൾ ചിന്തിച്ചപ്പോ കർത്താവിന് മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ആ മകള് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. മകന്റെ ജോലി ഉറപ്പാക്കി കൊടുക്കുന്ന എന്റെ മകന് വേണ്ടിയാണ് അവിടുന്ന് ആ പുൽക്കൂട്ടിൽ ജനിച്ചിരിക്കുന്നത്. കരങ്ങളടിച്ച് ഹല്ലേലൂയ! 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 പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! അപ്പോൾ ദൈവം ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്. അടുത്ത വാക്യം വായിച്ച സിസ്റ്ററെ. അടയാളം ഇതാ. നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പിള്ളക്കൊച്ച കൊണ്ട് പൊതിഞ്ഞ്. ഈ പിള്ളക്കച്ച അവിടെ എങ്ങനെ വന്നെന്ന് പറയാവോ? ഈ പശുവിനെ വളർത്തിയിട്ടുള്ളവരെല്ലാം ഇന്ന് കരങ്ങൾ ഉയർത്തിക്കുക. പണ്ട് എപ്പോഴെങ്കിലും വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല. അപ്പോളേ നിങ്ങൾ ഈ കുട്ടി ആയി കഴിഞ്ഞിട്ട് ഈ ചെറിയ കുട്ടിക്ക് എന്ത് ചെയ്യും? കഴുത്തെ ഇതിടുന്നതിന് മുമ്പ്, കയറിടുന്നതിന് മുമ്പ് തുണി എടുത്തിട്ട് അവിടെ ഇങ്ങനെ ചുറ്റും. അമ്മച്ചി ഒന്ന് പറ. ചുറ്റും. ഈ ചുറ്റിയ തുണിയുണ്ടല്ലോ, അത് പശു നാക്ക് കൊണ്ട്. ഇതാണ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചോണ്ടാ പറയുന്നതല്ല, ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ. ഞാനവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം ഈ കയറെ ഇങ്ങനെ കഴുത്ത് മുറിയാതിരിക്കാനായിട്ട് അതിങ്ങനെ ചുറ്റിയിരുന്നതാണ്. ഈ ചുറ്റിയിരുന്ന സാധനം നാക്ക് കൊണ്ട് ഇങ്ങനെ കടിച്ച് ഇളക്കി. ഒരു സൈഡ് ഇളക്കിയാൽ ഇതിഞ്ഞ് വരുമല്ലോ. മിണ്ടുന്നില്ല. അതിൽ സംശയം അല്ലേ? ഇതാണ് ഈശോയെ. മിണ്ടുന്നില്ല. പൊതിഞ്ഞ. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈശോയെ നന്ദി. പിന്നെ മാതാവിന്റെ തുണിയൊക്കെ പിന്നെ അത് പറയുന്നുണ്ട്. പല കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈശോയെ നന്ദി. അങ്ങനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ അടയാളമാണ്. ഇതാണ് നിന്നെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ അടയാളം. ബാക്കി വായിച്ച സിസ്റ്ററെ. പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഈ വചനം നമ്മൾ നേരത്തെ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് കുറച്ചുകൂടെ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി കേട്ടപ്പോഴാണ്. ഇല്ലേ? പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നു. ഹല്ലേലൂയ! ഈ എളിമയുടെ ഇതൊക്കെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനാ. എവിടെ വന്നിരിക്കുന്നു? ഒരു തൊഴുത്തിൽ. എന്തിനാ വന്നിരിക്കുന്ന? അഹങ്കാരികളെ സ്വീകരിക്കുകയില്ല എന്ന അടയാളം കാണിച്ചുകൊണ്ടാ. അഹങ്കരിക്കുന്നവനെ, അഹങ്കാരമുള്ളവനെ, അവന്റെ ചിന്താഗതിയെ, മനോഭാവത്തെ അഹങ്കാരത്തോടുകൂടെ ആയാൽ നിന്റെ കുടുംബവും വളരുകയില്ല, നീയും വളരുകയില്ല, മറ്റുള്ളവരെ വളർത്തത്തുമില്ല. ഇതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ. ആണോ? മിണ്ടല്ലേ. ഹല്ലേലൂയ! നമ്മൾ ക്രിസ്ത്യാനികളാണ്. മറ്റാരെയും വളർത്താനും നമ്മൾ വളരത്തില്ല, ബാക്കിയുള്ളവരെയും വളർത്താൻ നമ്മൾ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! ഹല്ലേലൂയ! അടുത്ത വാക്യം വായിച്ചേ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു രൂപം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു,
അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ സമാധാനം ലഭിക്കുള്ളൂ. പുൽക്കൂട്ടി ജനിച്ചവനെ വിശ്വസിക്കുന്നവർക്ക് ദൈവകൃപ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുൽക്കൂട്ടിൽ ജനിച്ചവനെ എന്ത് കിട്ടും? ദൈവകൃപയും സമാധാനവും ലഭിക്കും. ഈ സമാധാനം ആരാ തരുന്നത്? ആരാ? ദൈവം തരുന്നത്. ഇത് ഒരാൾക്കാണോ തരാൻ ആഗ്രഹിക്കുന്നത്? ഉറക്കെ പറഞ്ഞേ, അല്ല, ഒരാൾക്കല്ല. നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനും നിങ്ങളും ചിന്തിക്കാന്ന്, ഞാനൊരു കുഴപ്പക്കാരനാണ്, എൻ്റെ കയ്യിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി രക്ഷപ്പെടുന്ന മാർഗമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ ബൈബിള് പരിശോധിച്ചാൽ ഏറ്റവും വലിയ കുഴപ്പക്കാരുടെ അടുത്ത് തിരക്കി ചെല്ലുന്ന ഒരു ദൈവമാണ്. ആരുടെ ദൈവം? നമ്മുടെ ദൈവം. ഏറ്റവും വലിയ കുഴപ്പക്കാരനാ. ആരായിരുന്നു? പൗലോസ്ലീഹ വന്ന് എടുത്തുകൊണ്ട് പോയതാണ്. നമ്മൾ വന്ന് കുതിരപ്പുറത്ത് വന്ന് അടിച്ചിട്ട് നമ്മളെടുത്തതാണ്. ആണോ? ഇതൊക്കെ സക്കേവൂസ് എന്ന് പറഞ്ഞ മനുഷ്യൻ, ഇന്നത്തെ GST എന്ന് പറഞ്ഞ സമ്പ്രദായം, അന്ന് GST അല്ല, അപ്പോൾ കരം ഇരട്ടി പിരിക്കും. 10 രൂപ പറഞ്ഞാൽ 1000 രൂപ മേടിക്കുന്ന സക്കേവൂസ്. ആ സക്കേവൂസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സക്കേവൂസിനെ കണ്ടിട്ട് കർത്താവ് ഈശോ മിശിഹാ സക്കേവൂസിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ കള്ള, എടാ പിടിച്ചോറിക്കാര, നീ ഇതൊക്കെ കാണിച്ചില്ലേ? ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? മിണ്ടത്തില്ല നിങ്ങളാരും. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണോ? അല്ല. എന്താ പറഞ്ഞത്? അവൻ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? അവൻ സമാധാനത്തിന് വേണ്ടി ജനിച്ചത്. എഫേസസ് 1:14 പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളുടെ സമാധാനമാണ്. ദൈവം ജനിച്ചിരിക്കുന്നത് നമ്മൾ ഭാരത്തിലും പാപത്തിലും ഇരിക്കാനല്ല എൻ്റെ സഹോദരങ്ങൾ. എന്താണ്? സമാധാനത്തിൽ ഇരിക്കാൻ. നോക്കിക്കേ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, ഉച്ചയ്ക്ക് വെയിലത്ത് കിണറ്റിൻകരെ കാത്തിരുന്ന, കുറവുള്ളവരെ തിരക്കി നിൽക്കുന്ന ഒരു ദൈവം, അതിനു വേണ്ടി ജനിച്ചവനാ. ആണോ? എന്നിട്ട് നമ്മൾ പറയാ നമ്മുടെ കുറവ്. ലോകത്തിലുള്ള മനുഷ്യരും പലതും പറയും, നോക്കും, കാണും. അങ്ങോട്ട് നോക്കരുത്. അങ്ങോട്ട് ഉറക്കെ പറഞ്ഞേ, അങ്ങോട്ട് നോക്കരുത്. മനുഷ്യൻ എന്നും കുറ്റം പറയാൻ മാത്രമേ അറിയാവൂ. ആണോ? ആരെങ്കിലും കൈപിടിച്ച് വളർത്താൻ സാധിക്കൂ? നമ്മളെ കൈപിടിച്ച് നടത്തുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം ആരാണ്? യേശുക്രിസ്തുവാണ്. അവനാണ് പുൽക്കൂട്ടി ജനിച്ചിരിക്കുന്നത്. അവനാണ് നിന്റെ ഈ പ്രശ്നത്തിന്, ഇപ്പൊ എന്താണോ പ്രശ്നത്തിന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചു സിസ്റ്റർ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇതെല്ലാം കണ്ടപ്പോൾ ആട്ടിടയന്മാർ ആരാണ്? ഈ ആട്ടിടയന്മാർ ആരാണ്? സമൂഹത്തിലെ വലിയ ഉന്നതന്മാരാണോ? ഉറക്കെ പറയണം. എല്ലാം എനിക്ക് ചെവി കേൾവി കുറവായിട്ട് നിങ്ങൾ ഉറക്കെ പറയണം. ഈ ആട്ടിടയന്മാർ ആരാണ്? ഉന്നതന്മാരാണോ? ആ നാട്ടില പ്രമാണികളാണോ? അല്ല, ഏറ്റവും താഴ്ന്നവർ. അവരിലാണ് ദൈവം സന്ദേശം കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമയുള്ളവരുടെ മുമ്പിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അഹങ്കാരികളെ ചിതറിക്കും. എളിമയുള്ളവനോട് കർത്താവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവർക്ക് ദൂതൻ സംസാരിച്ചപ്പോ ഈ ആട്ടിടയന്മാർക്ക് പറഞ്ഞു, കർത്താവിനെ ഒന്ന് കാണണം. കർത്താവിനെ ഇതുപോലാണ് സക്കേവൂസ് ഇത് തന്നെ സംഭവിച്ചത്. കർത്താവിനെ കാണുന്നു. അപ്പൊ ഇവര് കർത്താവിനെ കാണാനായി, ഉണ്ണീശയെ കാണാനായിട്ട് ബാക്കി വായിച്ച സിസ്റ്ററെ. ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. കർത്താവ് അറിയിച്ച ഈ കാര്യം നമുക്ക് കാണാം. അടുത്ത വാക്യം. അവർ അതിവേഗം പോയി. അതിവേഗം. ഇതാണ് കർത്താവിനെ കാണാൻ നമ്മൾ വളരെ ക്ഷീണിച്ച് തളർന്ന് ഒന്നുമല്ല, അതിവേഗം ഓടണം. എങ്ങനെ? അതിവേഗം. ആരോഗ്യമൊക്കെ ഇല്ല, ഷുഗറൊക്കെ ഉണ്ട്, മരുന്നൊക്കെ കഴിച്ചോ, ഒരു പ്രശ്നവും. പക്ഷെ നമ്മൾ ഓടണം, സ്പീഡിലായിരിക്കണം ഓടേണ്ടത്. അടുത്ത വാക്യം. എങ്ങനെയാണ് കണ്ടത്? മറിയത്തെയും ജോസഫിനെയും. ഇവിടെ പറയുമ്പോഴാണ് പറയുന്നത്, ചില ആൾക്കാരൊക്കെ പറയും മാതാവിനോട് പ്രാർത്ഥിക്കണം, മാതാവ് മുട്ടത്തോടല്ലേ എന്നൊക്കെയല്ലേ ആൾക്കാർ പറയുന്നത്, അല്ലേ? ആണോ? ആണ്. അല്ല, മാതാവിനോട് പ്രാർത്ഥിക്കണം. അവിടെ ചെന്നപ്പോൾ മാതാവ് ഈശോ മാത്രം അവിടെ കിടക്കുന്നതായിട്ടാണോ ബൈബിളിൽ എഴുതിയേക്കുന്നത്?
അല്ല, മാതാവും യോസഫും തിരുക്കുടുംബത്തെ അവിടെ വരച്ച് കാണിക്കാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ കണ്ടു. ഇതാണ് നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ കുടുംബത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാത്തിനും കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുടുംബത്തിൽ നിന്നാ വൈദികരും സന്യസ്തരും എല്ലാവരും വരുന്നത് അല്ലേ? കുടുംബത്തിന് പ്രാധാന്യം എന്നുള്ളത് ഏറ്റവും വലിയ വിളിയാണ് കുടുംബ ജീവിത വിളി. അത് വൈദിക വിളി മോശമെന്നല്ല, എല്ലാം അതിൻ്റെതായ പൗത്രയോടെ നല്ല വിളിയാണ്. ഒരു കുടുംബത്തിൽ നിന്നാണ് മെത്രാനും അച്ഛനും സിസ്റ്ററും സുവിശേഷകരും എല്ലാം ഉണ്ടാകുന്നത്. ആണോ? ആണ്. അപ്പൊ കുടുംബം മഹത്വമായിരിക്കണം. നമ്മൾ കുടുംബനാഥൻ എപ്പോഴും എന്തുള്ളതായിരിക്കണം? വിവേകമുള്ളവരും പക്വതയുള്ളവരും സ്നേഹമുള്ളവരും കരുണയുള്ളവരും ആയിരിക്കണം. ആരാ? കുടുംബനാഥൻ. അപ്പൊ കുടുംബനാഥ എന്തായാലും കുഴപ്പമില്ല. ആണോ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. എന്താണ് പറഞ്ഞത്? അവർ രണ്ടുപേരും അതുകൊണ്ടാണ് എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 5:28 ഭാര്യമാരെ ഉറക്കെ പറഞ്ഞേ. അത് പറഞ്ഞപ്പോ ചേട്ട ഉറക്കെ പറഞ്ഞാണ്. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കും. ഇതുപോലെ തന്നെ ചേട്ടാ പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെയും സ്നേഹിക്കുവിൻ. ആണോ? ആണ്. ഇത് എഴുതിയ ആരാ? പൗലോസ് അപ്പോസ്തലനാ. ഈ പുള്ളിക്കാരൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഇത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച്, പുള്ളി ഈ ഭാര്യമാരെ ഭാര്യ എന്ന് വിളിച്ചാൽ പോരാ? ആണോ? നിങ്ങളത് ചിന്തിച്ചോ? വായിച്ചപ്പോ ഭാര്യ എന്ന് വിളിച്ചാൽ പോരാ? ഭാര്യമാരെ. എല്ലാ ഭാര്യമാരും കുഴപ്പക്കാരാണെന്ന് ആക്ക് തോന്നിക്കാണും. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് പോണം, നിങ്ങൾ എന്നെ ഇവിടെ അടിക്കുകയൊന്നും ചെയ്യല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി. എന്താണ്? ഭാര്യമാരെ നിങ്ങൾ വിധേയപ്പെടുക. ഇതാണ് ആഗ്രഹം. എല്ലാവരും വിധേയപ്പെടുക കർത്താവിൻ്റെ. ഈ വിധേയപ്പെടാൻ പറ്റണമെങ്കിൽ അനുസരണ, വിധേയത്വം എന്നൊക്കെ പറയുന്ന കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് തരുന്ന വലിയൊരു കൃപയാണ്. ആണോ? നമ്മൾ ഭാര്യയെ ഒന്ന് വിധേയപ്പെട്ടെന്നും ചൊല്ലി. ഈ പെണ്ണുങ്ങളൊക്കെ എന്ന് പറയാം മന്ദബുദ്ധികളാണെന്നേ. നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് സോപ്പിട്ട നല്ലൊരു ചുരിദാറും നല്ലൊരു സാരി നല്ലൊരു കടയിൽ കൊണ്ട് ഒരു കാപ്പിയും മേടിച്ചു കൊടുത്താൽ ഇവരെ എല്ലാ പിണക്കങ്ങളും തീരുമെന്നേ. അറിയത്തില്ല. ഇതിന് നമ്മൾ പോയി ഒരു യൂണിവേഴ്സിറ്റിയിലും പോകേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലെ 11ാമത്തെ പുത്രനാണ്. നിങ്ങൾ പേടിച്ചോ? ഇല്ല അല്ലേ? ഇല്ല, പേടിച്ച്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ അപ്പൻ്റെ ടെക്നിക്കലെല്ലാം ഞാൻ കണ്ട് വളർന്നതാണ്. ഈ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഇങ്ങനെ മേയിച്ച് ഒരു പുള്ളിയെപ്പോൾ ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ച ഒരു വലിയ മനുഷ്യൻ. ഇന്ന് സ്വർഗത്തിലാണ്. 10-28 വർഷങ്ങൾക്ക് മുമ്പ് 30 വർഷങ്ങൾക്ക് മുമ്പ് അടഞ്ഞു പോയ എൻ്റെ പപ്പ ഗബ്രിയേൽ എന്നാണ് എൻ്റെ പപ്പയുടെ പേര് പോലും കേട്ടോ. അന്നൊക്കെ ഈ അച്ഛന്മാരാ തീരുമാനിക്കുന്നത് ഏത് പേരിടണമെന്ന്. ഇപ്പം നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ പപ്പ അങ്ങനെ എല്ലാ ഒരു നയം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. നയം ഉള്ളതുകൊണ്ട് മക്കളെല്ലാം ഒരു നയമുള്ളവരായി മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാനിങ്ങനെ പറയും ചില സ്ഥലത്തൊക്കെ, നമുക്കൊരു ഭർത്താവും ഭാര്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ നയം വയം മയം ഉണ്ടായിരിക്കണം. എന്താണ് നയം വയം മയം? എന്താണ്? അത് എല്ലാത്തിൽ അങ്ങനെ ഇങ്ങനെ നമ്മളങ്ങ് പോകണം. പ്രശ്നങ്ങളുണ്ടാകല്. അതാണ് ഇവരെ കൈകാര്യം ചെയ്യണം. പിന്നെ ഈ സ്ത്രീകളൊന്ന് ചിന്തിച്ചേ, ഞങ്ങളെപ്പോലെ ഇത്രയേറെ മണ്ടന്മാരും പൊട്ടന്മാരും വേറെ ഇല്ലെന്നേ. നിങ്ങൾ ഞങ്ങളുടെ അടുത്തൊന്ന് വന്നിരുന്നാൽ, ഞങ്ങളുടെ അടുത്തൊന്ന് വന്നിരുന്ന് ഞങ്ങൾക്കൊരു പറഞ്ഞ തെറ്റ് ഒരു കിസ്സൊക്കെ തന്ന, ഒരു ഉമ്മയൊക്കെ തന്ന തീർന്നേ. ഞങ്ങൾ പൊട്ടന്മാർ അന്നേരെ തീർന്ന് ഗ്യാസ് ഔട്ടായി. സ്നേഹത്തിൽ പാവമുണ്ടോ? സ്നേഹത്തിൽ പാവമുണ്ടോ? ഉണ്ടോ? ഉറക്കെ പറഞ്ഞേ. ഇല്ല. സ്നേഹത്തിൽ ഞാൻ സ്നേഹത്തിൽ പാവമില്ലാത്തത് കൊണ്ട് എൻ്റെ അയലത്തുള്ള കൊച്ചു ത്രേസ്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു. തെറ്റുണ്ടോ? ഉണ്ട്. മക്കളെ, സ്നേഹത്തിൽ എന്തുണ്ട്? ഉറക്കെ പറഞ്ഞേ. സ്നേഹത്തിൽ എന്തുണ്ട്? പാവമുണ്ട് മക്കളെ. അത് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് കിട്ടുന്നത് കർത്താവിൽ നിന്നാ. തിരിച്ചറിവ് ഓരോ കുടുംബനാഥനും തിരിച്ചറിവ് കിട്ടുന്നത് കർത്താവ് ഈശോ മിശിഹായിൽ നിന്നാ. എവിടെ നിന്നാ വരുന്നത്? കർത്താവ് ഈശോ മിശിഹായെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ തിരിച്ചറിവ് കിട്ടും. ഞങ്ങൾ ആണുങ്ങൾ പൊട്ടന്മാരാ. നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെ ഇങ്ങനെ സുഖിപ്പിച്ച് ഞങ്ങളെ അടുത്ത് സന്തോഷ വാർത്തകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മേടിച്ച പച്ചക്കറി കൊള്ളായിരുന്നു, ഇന്നലെ മേടിച്ച അത് കൊള്ളായിരുന്നു, ഇത് കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, ചേട്ടൻ്റെ ആ ഷർട്ടൊക്കെ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോയൊരു ഷർട്ടും നിനക്കന്നേരം ഒന്നും വേണ്ടായോ എന്നും ചോദിച്ച് നിങ്ങളെ കൊണ്ടുപോയി മേടിച്ച് തരുന്ന ഒരു ടെക്നിക്കൽ നിങ്ങൾ ഉപയോഗിക്കണം. ഇതൊരു വലിയ രസമാണ്. ഇതൊരു വലിയൊരു കൃപയോടുകൂടി നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് അങ്ങനെ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളായിരിക്കും. അടുത്ത വാക്യം കൂടെ വായിച്ചേ.
അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ കടപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചില കുടുംബനാഥന്മാർ കുടുംബിനികളൊക്കെ ചിലതൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിക്കണം. ചിലതൊന്നും ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കല് പറയല്. അതൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുത്ത് മാത്രം പറയണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ വലിയ കൃപ ലഭിക്കും. അടുത്ത വാക്യം വായിച്ച സിസ്റ്ററെ. ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷത്തിന്റെ 2:19 നമ്മൾ കാണാൻ സാധിക്കുന്ന എന്താണ്? യേശുക്രിസ്തുവിനെ അവിടെ കുഞ്ഞിനെ ഉണ്ണീശോയെ ചെന്ന് കണ്ട ശേഷം ഈ രാജാക്കന്മാർ എന്ത് ചെയ്തു? അവർ വന്ന വഴിയിലാണോ പോയത്? ആണോ? കർത്താവ് ഈശോ മിശിഹായെ കാണുന്ന ഞാനും നിങ്ങളും എല്ലാവരും ഉണ്ട്. ഈ വന്ന വഴി, ഇപ്പൊ വീട്ടിലേക്ക് വന്ന വഴി പോയി വേറെ വീട്ടിൽ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആണോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞ? അല്ല. വഴിയും സത്യവും ജീവനും ആരാണ്? ഉറക്കെ പറഞ്ഞേ. വഴിയും സത്യവും ജീവനും യേശുക്രിസ്തു ആകിയാൽ നമ്മുടെ തെറ്റായ വഴികൾ, തെറ്റായ മാർഗങ്ങളല്ല. യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്ന എല്ലാവരും പഴയ വഴികൾ മാറ്റണം. ഇനിയെങ്കിലും ഒരു പഴയ വഴികളും നമുക്കുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു പഴയ വഴി നമുക്ക് ഉണ്ടാകരുത്. പുതിയ വഴികളിൽ സഞ്ചരിക്കണം. എന്താണ്? ഈ ക്രിസ്മസ് എങ്കിലും കഴിയുമ്പോൾ പഴയതെല്ലാം ഞാൻ മാറ്റും. പൗലോസ് അപ്പോസ്തലൻ എന്താണ്? യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം ഈ ക്രിസ്മസ് പഴയതെല്ലാം മാറിപ്പോകുന്നതാ. ഈ ക്രിസ്മസ് എന്താണ്? പഴയതെല്ലാം മാറിപ്പോകും. നമ്മൾ നൂറ്റാണ്ടുകളായി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. 40 വർഷം, 60 വർഷം, 70 വർഷം, 80 വർഷമായിട്ടൊക്കെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. പഴയതൊന്നും മാറിപ്പോയിട്ടില്ല. പഴയതെല്ലാം മാറുന്നതാണ് ക്രിസ്മസ്. അല്ലെങ്കിൽ നമ്മൾ ഈ നക്ഷത്രം വീട്ടിയിട്ടിട്ട് കാര്യമില്ല. ഉണ്ടോ? ഇല്ല. പഴയതെല്ലാം മാറണം. ഈ പഴയത് മാറുമ്പോഴാണ് പുതിയത് വന്നു കഴിയും. ഈ പുതിയത് വരുന്നതാണ് യേശുക്രിസ്തുവിന്റെ ജനനം. പുതിയ മനുഷ്യനാകുന്നതാണ് ജനനം. അതാണ് ജലത്താലും പരിശുദ്ധാത്മാവിനാലും നിങ്ങൾ വീണ്ടും, ജലത്താലും പരിശുദ്ധാത്മാവിനാലും നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കണം. പഴയതെല്ലാം നാം ഉപേക്ഷിക്കണം. പുതിയതിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം പുതിയത് നൽകി നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബങ്ങളിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് ഇഷ്ടം കുടുംബങ്ങളെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. കുടുംബങ്ങളെ ഉറപ്പിക്കുക. കുടുംബങ്ങൾ വിശുദ്ധിയിൽ നിലനിൽക്കുക. കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വീട്ടിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം മാർപ്പാപ്പായെ കണ്ട് ഉടനെ തന്നെ വിശുദ്ധരാകാനായിട്ട് പ്രഖ്യാപിക്കാൻ പോയ. പ്രൈസ് ദി ലോർഡ്. മാർപ്പാപ്പ പറഞ്ഞ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ വിശുദ്ധരാണ് എന്ന് പറയും. നിങ്ങൾ സന്ധ്യയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരുമിച്ച് കാത്തുകൊള്ളും. അവരെ ആർക്കും തൊടാൻ അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നെയും നിങ്ങളെയും വേലി കെട്ടി ദൈവം കാക്കും. ഒരു ദിവസം പ്രഭാതത്തിൽ ദൈവദൂതന്മാരെല്ലാം സ്വർഗത്തിൽ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കടന്നു നിന്നു. ആരാന്ന്? ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലെ തിരുവചനം, ആദ്യത്തെ തിരുവചനം ജോബിന്റെ പുസ്തകത്തിൽ പറയുകയാണ്. പിശാച് അവിടെ കടന്നു നിന്നു. സ്വർഗത്തിൽ ദൈവദൂതന്മാർ സമ്മേളിച്ചിരിക്കുന്ന മധ്യയിലാണ് പിശാച് ചെന്നപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ കർത്താവ് ചോദിച്ചു, നീ ഭൂമിയിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മകനെ കണ്ടോ? ആരാണ്? ജോബിനെ കണ്ടോ? പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഇങ്ങനെയാണ് തിരഞ്ഞു പറയുന്നത്. എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ നീ കണ്ടോന്ന് ചോദിച്ചു. അപ്പം ജോബിന്റെ അടുത്ത് കർത്താവ് ഈശോമിശിഹായുടെ അടുത്ത് പിശാച് പറഞ്ഞ എന്താണെന്ന് അറിയാവോ? നീ അവനെ ഇങ്ങനെ വേലി കെട്ടി കാക്കുന്നത് കൊണ്ടല്ലേ അവൻ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. നീ അവന് ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ഇളക്കിത്തായെ, ഞാൻ അവനൊന്ന് തൊടട്ടെ, അപ്പം അറിയാം നിന്നെ അവൻ സ്തുതിക്കുള്ളൂ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവ് ഈശോമിശിഹാ പറഞ്ഞു, നീ സകലതും തൊട്ടോ, അവന്റെ ജീവനെ തൊടരുത്. നമ്മുടെയൊക്കെ ജീവനാണ് പ്രിയമുള്ളവരെ
വില. ബാക്കി ഒന്നിനും വിലയില്ല. സ്ഥാനങ്ങൾക്കില്ല, മാനങ്ങൾക്കില്ല, അഡ്രസ്സിനില്ല, ഒന്നുമില്ല. നമ്മുടെ ജീവന് മാത്രമാണ്. അതുകൊണ്ടാ പിശാചിനോട് കർത്താവ് പറഞ്ഞത്, ജോബിന്റെ ജീവനെ തുടരുത്, ബാക്കിയെല്ലാം നീ എടുത്തോ. ഹല്ലേലൂയ. എന്ത് എടുത്താലും ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അറിയാവുന്നത് കൊണ്ട് ദൈവം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തെ തൊടണമെങ്കിൽ അവൻ സ്വർഗത്തിൽ ചെന്ന് ചോദിക്കണം. ആരടുത്ത് ചോദിക്കണം? ദൈവത്തിന്റെ അടുത്ത് ചോദിക്കണം. ഞാനൊന്ന് തൊട്ടോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ എന്നെ തൊടണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം വേണം. ദൈവത്തിന്റെ അനുവാദത്തോടു കൂടി എന്നെ നിങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ തൊടല് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി കരങ്ങൾ അടിച്ച് കണ്ണുകൾ അടച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.